ഹായ് ഫ്രണ്ട്സ്, A to Z ഫാരീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുമായിട്ടല്ല, ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നാട്ടിൽ പോയതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ഇതുവരെ റെസിപ്പി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വ്ളോഗ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ദുബൈയിലൊക്കെ പോകാമെന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അബുദാബി അൽ-അin എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച്. അൽ-ain അല്ലെങ്കിൽ ഷുവൈറത്ത് ഐലൻഡിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ അബുദാബിയിൽ നിന്ന് ഷുവൈറത്തിലേക്ക് 3 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഏതായാലും അൽ-ainൽ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ അൽ-ainലേക്ക് വിട്ട് അങ്ങനെ നമ്മുടെ അൽ-ain എത്തിയിട്ടുണ്ട്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ് അൽ-ain. നല്ല വൃത്തിയും നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. നമ്മൾ 4 വർഷം മുമ്പ് ഇവിടെ അൽ-ainലായിരുന്നു താമസിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഈ ഏരിയയിലായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ ആദ്യം നമ്മളൊന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഏരിയയിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നോക്കുമ്പോൾ ഒരു പാരഗൺ റെസ്റ്റോറൻറ്റ് കണ്ട്. 2 ആഴ്ചയായിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവരുടെ ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണിയും മന്തിയാണെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും മന്തിയും ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡെല്ലാം. ചിക്കൻ 65 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. മലബാർ പലഹാരങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അൽ-ainലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് Al-ain Palace മ്യൂസിയത്തിലേക്കാണ്. അങ്ങനെ Al-ain Palace മ്യൂസിയം എത്തി. ആദ്യത്തെ പ്രസിഡന്റ് ഷെയ്ഖ് സയ്യിദിൻ്റെ പാലസാണ് അവർ മ്യൂസിയം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായത്. ഇവിടെ അധികം റൂമും ഗസ്റ്റ് റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളെ മജ്‌ലിസ് ആയിട്ട്. ഇത് അവർ ഉപയോഗിച്ചിരുന്ന കിച്ചണാണ്.
ഇവിടുന്ന് നേരെ കാണുന്നത് നെഹ്യാം ഫാമിലി ട്രീ ആണ്. അതുപോലെ എല്ലാ ഭരണാധികാരികളുടെ ഫോട്ടോസും എല്ലാ ചുമരിൽ വെച്ചിട്ടുണ്ട്. Al-ain Palace Museumത്തിന്റെ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു Al-ain Oasis. നല്ല മരുപ്പച്ചൊക്കെ നിറഞ്ഞ നല്ല നാടൊക്കെ ഫീൽ ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണത്. നമ്മൾ ഇതിനു മുമ്പേ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ 5 മണി വരുന്ന സൈക്കിൾ സവാരി, അത് കഴിഞ്ഞ സൈക്കിൾ സവാരി ഇല്ല. അപ്പോൾ നമുക്ക് കുട്ടികളെയും കൊണ്ടൊന്നും നടക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അവിടെ കയറാൻ നിന്നിട്ടില്ല. കുറച്ചധികം നടന്ന് കാണാനുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പോകാൻ നിന്നിട്ടില്ല. Al-ain Palace മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ജബൽ ഹഫീത്തിലേക്ക് പോയി. ജബൽ ഹഫീത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊന്ന് കഫ്റ്റീരിയയിൽ കയറിയിട്ട് ജ്യൂസും ചായയൊക്കെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് അവിടേക്ക് പോയി. ഇവിടുന്ന് കാണുന്ന ആ മലയാണ് ജബൽ ഹഫീത്ത്, അവിടേക്കാണ് നമുക്ക് പോവേണ്ടത്. അങ്ങനെ നമ്മൾ ജബൽ ഹഫീത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ വഴിക്ക് നമുക്കിങ്ങനെ വണ്ടിയൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. താഴെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. നമ്മളവിടെ നിന്ന് വീണ്ടും മേലേക്ക് പോയി. ഇപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജബൽ ഹഫീത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗ്രീൻ മുബസറിൽ പോയി. അതിൻ്റെ താഴെയായിരുന്നു ഗ്രീൻ മുബസറ. ആദ്യം ഇവിടുന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യമൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാരെ കൗണ്ട് ചെയ്തിട്ടാണ് ഇവരുള്ളിലേക്ക് വിടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് കുറച്ച് കളിച്ചതിന് ശേഷം നേരെ നമ്മൾ അബുദാബിയിലേക്ക് വിട്ട്. അപ്പോൾ നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു അത്. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു ട്രിപ്പ് പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ.